ഒരു നിർണായക കൂടിക്കാഴ്ച ക്ലിഫ് ഹൗസിൽ ഇപ്പോൾ നടക്കുകയാണ്. മുഖ്യമന്ത്രിയും DGPയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ക്ലിഫ് ഹൗസിൽ നടക്കുന്നത്. DGP ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടു. നിർണായകമായ കൂടിക്കാഴ്ചയാണ്. MR അജിത് കുമാറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അതിനിർണായകമായ കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ കാര്യങ്ങൾ MR അജിത് കുമാറിനെതിരെ വെളിപ്പെട്ടു വരുന്ന ഈ പശ്ചാത്തലത്തിലും അന്വേഷണം തുടങ്ങിയ പശ്ചാത്തലത്തിലുമാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ നിർണായകമായ കൂടിക്കാഴ്ച നടക്കുന്നത്. DGP ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം DGP മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അന്ന് MR അജിത് കുമാറിനെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ അത്തരം കാര്യങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞതുമാണ്. പക്ഷേ വൈകിട്ട് ഉത്തരവിറക്കിയപ്പോൾ MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടായിരുന്നില്ല. അതിനു പകരം ഒരു അന്വേഷണമായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ DGPയുടെ മേൽനോട്ടവും MR അജിത് കുമാറിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവുമാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അത് അപ്പോൾ മുതൽ തന്നെ വിവാദ വിഷയമായി മാറിയതാണ്. ഇന്ന് PV അൻവറിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു അന്വേഷണ സംഘം. അതുമാത്രമല്ല, RSSന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായിട്ട് MR അജിത് കുമാർ ചർച്ച നടത്തിയിരുന്നു എന്ന കാര്യം അദ്ദേഹം തന്നെ സമ്മതിച്ചിരുന്നു. ഇക്കാര്യം പുറത്തു വന്നിരുന്നു. അത് തള്ളിക്കളയാൻ പറ്റാത്ത ഒന്നായി മാറി. അതുമാത്രമല്ല, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. MR അജിത് കുമാർ RSSന്റെ മുതിർന്ന നേതാവായ റാം മാധവുമായി ചർച്ച നടത്തി. അതൊന്നല്ല, 2 തവണ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു. അതിനാൽ തന്നെ MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്ന രീതിയിലാണ് കാര്യങ്ങൾ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത്. CPIയുടെ ഭാഗത്തു നിന്ന് വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ചില CPM നേതാക്കളെങ്കിലും ഇതിലൊരു അസ്വാഭാവികതയും കാണുന്നുണ്ട്. പക്ഷേ പാർട്ടിയുടെ പിന്തുണ ഇന്നലെ MR അജിത് കുമാറിനായിരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടതുകൊണ്ട് എന്താണ് കുഴപ്പം എന്നായിരുന്നു പാർട്ടി സെക്രട്ടറി ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ അതിനിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ക്ലിഫ് ഹൗസിൽ നടക്കുന്നത്. VV വിനോദ് ചേരുകയാണ്. വിനോദ്, ഒരു നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണോ ഇപ്പോൾ ഉള്ളത്? എന്താണ് അപ്ഡേറ്റ്? മഞ്ജുഷ, ഇതുവരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് വിശദീകരിക്കാനാണ് DGP മുഖ്യമന്ത്രിയുടെ എത്തുകയും ഈ വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ADGPക്കെതിരെയുള്ള ആരോപണങ്ങൾ അത് ഗുരുതരമാണ് എന്ന് തന്നെയാണ് DGP മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ DGPക്ക് നേരത്തെ ADGPക്കെതിരെയുള്ള പരാതികൾ ഉണ്ടായിരുന്നു. ഇതുവരെയുള്ള അന്വേഷണങ്ങൾ അത് കൃത്യമായി കൈമാറുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? DGPയുടെ ഉത്തരവാദിത്തമില്ലായ്മ, അങ്ങനെയുള്ള ആരോപണങ്ങൾ കൂടി വരുന്നുണ്ട്. DGP സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ADGP ഇത്തരം കാര്യങ്ങൾ അറിയുന്നില്ല? ഈ കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി അന്വേഷിക്കുന്നു. ഇതിനുള്ള ഒരു മറുപടി, ആ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഈ കൂടിക്കാഴ്ച എന്ന കാര്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. മഞ്ജു, ശരി. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ക്ലിഫ് ഹൗസിൽ നിർണായകമായ കൂടിക്കാഴ്ച നടക്കുകയാണ്. DGPയും സംസ്ഥാന DGPയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് നടക്കുന്നത്.